ഹലോ. എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒരിക്കലും കടന്നു ചെല്ലില്ല എന്നൊരു മേഖലയായിരുന്നു പൊളിറ്റിക്സ്. പക്ഷേ ഇന്ന് ഞാൻ ആ ഒരു മേഖലയിലോട്ട് കാലുവെക്കുകയാണ്. യെസ്, ഞങ്ങളുടെ നാടായ കാരത്തൂരിലെ 17-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എനിക്കൊരു സ്ട്രോങ് റീസൺ ഉണ്ട്. ഞാൻ ജനിച്ചതു മുതൽ ഇതുവരെയായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എതിർ പാർട്ടി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡും പഞ്ചായത്തുമാണ് ഞങ്ങളുടേത്. പക്ഷെ വികസനത്തിന് വിപരീതമായി അധപതിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഞങ്ങളെപ്പോലുള്ളവർ ഞങ്ങളുടെ പഠിപ്പിനും അതുപോലെ തന്നെ ജോലിക്കും വേണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളും അത്ര ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല എന്ന് വേണം പറയാൻ. പക്ഷെ ഒരു സർവേയുടെ ഭാഗമായി വീട് തോറും കയറിയിറങ്ങേണ്ടി വന്നപ്പോഴാണ് എനിക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ വരുന്നത് പഞ്ചായത്തിൽ നിന്നാണെന്ന് കരുതിയിട്ടാവണം അവരുടെ പ്രശ്നങ്ങൾ അവർ എന്നോട് പറഞ്ഞത്. അങ്ങനെയെങ്കിലും അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുമെന്ന് കരുതി കാണും. ഒരുപാട് സങ്കടത്തോടെയും പരാതിയോടെയും എന്നോട് പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരാശ്വാസവാക്ക് മാത്രം പറയാനേ അന്ന് എനിക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷെ സാധാരണക്കാരായ ജനങ്ങളെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ഇവരെങ്ങനെ ഇത്രയും വർഷം ഇവിടെ ഭരിച്ചു എന്നുള്ളത് എൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് മുന്നിലോട്ട് വന്നപ്പോൾ ഞാൻ കൂടുതലൊന്നും ആലോചിക്കാതെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. സോ നമുക്ക് നോക്കാം ഇനിയും ജനങ്ങൾ കബളിപ്പിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടിലും വികസനം വേണമോ ഇല്ലയോ എന്നുള്ളത്. ഇനിയെല്ലാം ജനങ്ങളുടെ കയ്യിലാണ്. ഓരോ വോട്ടും നിങ്ങളുടെ പ്രതിഷേധമായിരിക്കട്ടെ. ആർക്ക് വോട്ട് ചെയ്താലും 1000 വട്ടം ചിന്തിച്ച് മാത്രമേ വോട്ട് ചെയ്യാവൂ. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.